ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തോട്ടിലൊക്കെ വെള്ളം വന്ന് ചെറിയ ചെറിയ മീനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വല ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മീനുകളെ പിടിക്കാൻ പോകണം. എന്നിട്ട് കുറച്ച് നമ്മുടെ റോളക്സിന് കഴിക്കാനിട്ട് കൊടുക്കും. ഇത് ഗൈസ് വലിയൊരു പ്ലെയിൻ പോകും നമ്മുടെ തൊട്ടടുത്തിൽ കൂടെ. ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു നിർത്തി എവിടെയാണ് നമ്മുടെ റോളക്സിന് തിന്നാനിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കയ്യിൽ വലിപ്പില്ല, നമ്മൾ വല ആദ്യം ഉണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് പോണത്. അപ്പോൾ വായ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വല ഉണ്ടാക്കണ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വല നമ്മൾ ഉണ്ടാക്കാൻ പോണത് മെയിനായിട്ട് ഈ കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാപ്ലറും ഉണ്ട്, പിന്നെ ഇത് രണ്ടും നമ്മുടെ ബ്രൂമില്ലേ, നമ്മുടെ ചൂലിൻ്റെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ അതേ ഒരു ഷോളും, നമ്മുടെ പണ്ടത്തെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കെട്ടാനായിട്ടൊരു കയറും, പിന്നെ ഒരു പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മ വല ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ഉണ്ടായിരുന്ന 3 സ്റ്റിക്കുകളും നമ്മ അടിപൊളി സ്ട്രോങ് ആയി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഷോള് വെച്ച് സ്റ്റാപ്ലർ അടിക്കും. അപ്പോൾ ആ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഷോള് നമ്മുടെ സ്റ്റിക്കും ഇങ്ങനെ ആക്കി വെച്ചിട്ട് പതുക്കെ ഇനി സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. നമ്മിത് ഇപ്പം ജസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാപ്ലർ കൊടുക്കണേ. കാരണം മഴക്കാലത്ത് മാത്രമേ നമുക്ക് മീനെ പിടിക്കാൻ പറ്റുള്ളൂ. അത് കാരണം സ്റ്റാപ്ലറിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ശരിക്കും തുന്നൊക്കെ കെട്ടി ഉണ്ടാക്കിയാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ രണ്ടിതും കൂടെ കൂട്ടി പിടിച്ചിട്ട് സ്റ്റാപ്ലർ അടിക്കാം. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മുടെ വല നമ്മൾ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് മീനെ പിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേ നമ്മൾ ആ മീനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ വായ ഫ്രണ്ട്സ്, നമുക്ക് മീനെ പിടിക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ നിറച്ച് ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ വെക്കാം. ഇതേ പോണണ്ട കയറോ നോക്കട്ടെ ആദ്യം. ഇതെല്ലാം നമ്മ വിചാരിച്ച പോലെ ആയില്ല, എന്നാലും കുഴപ്പമില്ല. വടിയും വെച്ച് കുത്തിയും കൂടെ കൊടുക്കണം. ആ മീങ്ങളെ ഇങ്ങോട്ട് ഓടിക്കണം ശരിക്ക്. ജാനി ഓടിച്ചോണ്ട് പോവാ മീങ്ങളെ. ഇല്ല, അതെ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അതെ ഗൈസ്, നമുക്ക് ആകെ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ. നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. ആവൂ, നീല കളറൊക്കെ അങ്ങോട്ട് പോയത് വലിയൊരു നാടൻ ഫൈറ്റർ. ഇങ്ങോട്ട് ഓടിച്ചോ ജാനി. ഓടിച്ചോ. ആ വരുന്നുണ്ട്. ഓടിച്ചോ. അങ്ങനെ തന്നെ ഓടിച്ചോ. 2 എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഇതേ നീലയും അങ്ങനത്തെ ഒക്കെ കളറ്, നീലയും ബ്ലാക്കും. എവിടെ ചാടിപ്പോയ? ഇതേ അടിയിലുണ്ട്. അപ്പൊ ദേ ഫ്രണ്ട്സ്, നമുക്കിപ്പോ കുറെ മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒക്കെ നമ്മുടെ പൂച്ചൂട്ടിയും പിന്നെ നമ്മുടെ നാടൻ ഫൈറ്ററിന്റെ ഒക്കെ വെറൈറ്റി പറഞ്ഞ സാധനങ്ങളാണ്. ഇതേ കൈയിട്ട് കാണിച്ചു തരാം.
കണ്ടാ കൊറേയൊക്കെ ഇത് ചാടി ചാടി പോയിട്ട് ഇതിന് കണ്ടാ ആ റോട്ടിക്കൊക്കെ പോയിട്ടുണ്ടെന്നാ പറയണേ. അപ്പൊ നമ്മുടെ ഈ തോട്ടിലിപ്പോ ആകെ പൂച്ചൂട്ടിയും നാടൻ ഫൈറ്ററും മാത്രം കാണുന്നുള്ളൂ. പിന്നെ ഒരു ബ്രാലിന് എന്തോ നമ്മ പെട്ടെന്ന് പോലെ പോണ പോലെ കണ്ട്, അത് ബ്രാൽ തന്നെയാണോന്ന് ഉറപ്പില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ തോട്ടിലുള്ളത്. ഇവിടത്തെ പാടത്തുനിന്ന് വരുന്ന വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പിന്നെ വന്നിട്ട് ഇതിൽ ഫിഷ് ട്രാപ്പ് ഒക്കെ ഇട്ട് വെക്കാം. അപ്പൊ കുറെ നാടൻ ഫൈറ്ററിനെ കിട്ടും. ഇത് അടിയിൽ കുറെ കിടക്കുന്നുണ്ട് മീങ്ങള് കണ്ട, അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നല്ല രസമുണ്ടാ നമുക്ക് മീങ്ങളെ പിടിക്കാനായിട്ട്, നല്ല ത്രില്ലാണ്. അവിടെ ഒരു ബ്ലാക്ക് കളറുള്ള മീൻ പോകുന്നുണ്ട്, അതിനെ പൊക്കണം എന്ന് വിചാരിച്ച് കിട്ടിയില്ല. കണ്ണണ്ട പോണണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ആ എനിക്കും തോന്നി, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ക്ലിയർ വെള്ളം. മീനെ പിടിക്കാൻ പോണത് ഇപ്പം. അപ്പൊ ഇവിടെ ഇട്ട് വെച്ചോ, ഞാൻ ഇവിടെ ഇട്ട് ഇറക്കി വെച്ചോ തന്നെ. ആ ഷോളുമ്മ കൈ പിടിച്ചോ, ഷോളുമ്മ കണ്ട അപ്പുറത്ത്. ആ ഇനി ഫുള്ളിരുന്നു വന്നിട്ട് താത്തി പിടിക്കത് തന്നെ, വെള്ളത്തിൽ മുങ്ങട്ടെ, തിരിയും കൂടെ മുങ്ങട്ടെ. ആ ഓക്കെ. അപ്പൊ ഗൈസ് ഇനി നമുക്ക് മീങ്ങളെ ഓടിച്ചു കൊണ്ടുവരാട്ടോ. ഇവിടെ നിറച്ചുണ്ട്, ഇഷ്ടം പോലെ പോണ്ട് ഗൈസ്. നീല നാടൻ ഫൈറ്ററൊക്കെ പോണ്ട്. ഓ ഗൈസ് ആ ഇത് നീലുണ്ട്. കേറ് 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 മീങ്ങളെ കേറ്. ആ പൊന്തിച്ചോ, ഇത് ഇത്രയും കിട്ടി. ഇതൊക്കെ കുറവാണ് നമുക്ക്, നമുക്ക് ഇതിലും കൂടുതൽ കിട്ടാറുള്ളതാണ്. അപ്പൊ വായ നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം. ഓ ഗൈസ് ഒരു മീൻ ചത്ത് കറങ്ങണ്, ഒരു പൂച്ചൂട്ടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതേ നമുക്ക് അതിനെ പറക്കിടാം കേട്ടാ. നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കൊള്ളാം കൊള്ളാം. അപ്പൊ ഗൈസ് നമുക്കിത് ഇപ്പൊ ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മ ഇവിടെ വെച്ച് നമ്മുടെ പരിപാടി സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പിന്നെ വന്നിട്ട് മീനെ വീണ്ടും പിടിക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് തോട്ടിൽ നിന്ന് കിട്ടിയ മീനുകളെ ഇപ്പൊ ജസ്റ്റ് നമ്മുടെ അക്കോരത്തേക്ക് ഇടാം കേട്ടാ. അപ്പൊ ഇത് നമുക്ക് ഇത്രയും മീനുകളാണ് മൊത്തം കിട്ടിയിട്ടുള്ളത് കേട്ടാ. കൂടുതലും പൂച്ചുട്ടി വെറൈറ്റി ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ സൂക്ഷിച്ച് പിടിക്കാം. അക്കോരത്തേക്ക് ഇടാട്ടാ. എനിക്ക് പിടിക്കണോ? എവിടെ? ഉള്ളിൽ പോയി. ഈ പൂപ്പലൊക്കെ ഇത്തിരി എടുത്ത് കളയത്. നമുക്ക് ഇതിന്ന് കുറച്ച് റോളക്സിന് തിന്നാൻ ഇട്ട് കൊടുക്കാട്ടാ. ആരെ തിന്നാൻ? ഒരു വലുതന്നെ ഉണ്ടായല്ല. നമുക്ക് ഫൈറ്ററുകളൊക്കെ ഇടാം. വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് അരിച്ചിട്ടിടണായിരിക്കും നല്ലത്. അരിപ്പുണ്ടേ. അപ്പൊ നമുക്ക് അരിപ്പയിലേക്ക് അരിച്ചിട്ട് എടുക്കാം. കുറച്ച് ചാടിപ്പോയി, ഭയങ്കര ചാട്ടം. കുറച്ചുകൂടെ വെള്ളം എടുക്കട്ടെ.
ഇപ്പൊ നമുക്ക് ഏകദേശം മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ വലുതിനെ നമ്മുടെ റോളക്സിനെ തിന്നാനിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുക്കട്ടെ. വാ, ഒരു വൈൽഡ് ലൈഫായിട്ട് ഇപ്പൊ കണ്ടില്ല. അപ്പൊ ഗൈസ് ബക്കറ്റ് 2 ഓൾറെഡി എടുക്കണ്ടായി. അപ്പൊ നമുക്ക് ഇതിനൊക്കെ നമ്മുടെ റോളക്സിന് തിന്നാനിട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മ റോളക്സിന് ഇന്ന് ഫുഡൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. അപ്പൊ റോളക്സിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ചെറിയ മീനാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കാൻ പോണേ. ചെറിയൊരു പൂച്ചൂട്ടീനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവനെ കാണിച്ചൊന്ന് കൊതിപ്പിക്കാം. കണ്ടിട്ടാ. അപ്പൊ ഗൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. കഴിച്ചാ? ഓ, അടിപൊളി. ഇട്ട് കൊടുത്ത പോലും കണ്ടില്ല ഗൈസ്, അപ്പളേക്ക് അടിച്ച്. ഇനി 2 കൂടി ഉണ്ട്. നമ്മുടെ വലുതിന് ഇട്ട് കൊടുക്കാം. ഇവനെ കാണാണ്ട് ഇട്ട് കൊടുക്കാട്ടാ. അപ്പൊ ഇവനെ ഓടിച്ചിട്ട് കഴിക്കണം, നമുക്ക് കാണാം. പിടിച്ച് അടിപൊളി. അപ്പൊ അവനെ കഴിക്കാൻ പണി വിടും. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ചെറിയൊരു പൂച്ചുട്ടി. അതിനെയും കൂടി ഇട്ട് കൊടുക്കുക. എവിടെ കുട്ടാ? നമ്മുടെ അവസാനത്തെ ഒരെണ്ണത്തിനെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോ കഴിക്കൂല. കുഞ്ഞുമീൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിവിടെ അടിയില് കണ്ടില്ലേ പോയത്. അപ്പൊ എന്തായാലും നമ്മുടെ നാടൻ പയറ്റനെ കഴിക്കാൻ പുലിവാഹ പാടുപെടുന്നുണ്ട് കേട്ടാ. ഇവന് നമ്മ ആദ്യമായിട്ടാണ് ജീവനുള്ള മീനെ കൊടുക്കണേ കേട്ടാ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ അവന് ഉണ്ടാവും, പ്രാക്ടീസ് കുറവ്. ഇനി എന്തായാലും നമ്മ പൊളിക്കും എല്ലാ ദിവസവും. ഇനി നമുക്ക് നമ്മുടെ നാടൻ മീനുകൾ ഇട്ട് കൊടുക്കാം. അവന് പൂച്ചൂട്ടിനെ നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ഡെയിലി 2 വെച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരെണ്ണം ജീവന് വേണ്ടി പെടയുണ്ടാവണം എന്തായാലും. പിന്നെ ഗൈസ് ഇത് നിങ്ങൾ ആരും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. കാരണം ഇത് പ്രകൃതി നിയമമാണ്. വലിയ മീനുകൾ ചെറിയ മീനുകളെ കഴിക്കുന്നുള്ളത്. അതിൽ വലിയ സെന്റിമെന്റ്സ് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ റോളക്സ് ഹാപ്പി ആയിട്ടുണ്ട്, നമ്മളും ഹാപ്പി. അല്ല അടിപൊളി. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമ്മ അടുത്ത ദിവസം ഫിഷ് ട്രാപ്പ് ഇടും കേട്ടോ. കാരണം നമുക്കിപ്പോ വലയില് പിടിക്കണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മ ഫിഷ് ട്രാപ്പ് ഇട്ടിട്ട് നമ്മ ഡെയിലി ഇനി മീനെ പിടിക്കണായിരിക്കും. പിന്നെ അതിനൊക്കെ ഇടാനായിട്ട് നമ്മ ഒരു പോണ്ടും ചെറുതായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം. പിന്നെന്താ ഗൈസ്, പിന്നൊന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.